നാളെ മഹാശിവരാത്രി ഞായറാഴ്ച വീട്ടിൽ അബദ്ധത്തിൽ പോലും സ്ത്രീകൾ ഈ കറി ഉണ്ടാക്കിയാൽ മഹാപാപം ഉണ്ടാകും. ശിവൻ കോപം വരും. 7 ജന്മങ്ങളിലെ ദാരിദ്ര്യം ഉണ്ടാകും. രോഗങ്ങൾ വരും. കയ്യിലുള്ള പണമെല്ലാം വെറുതെ പോകും. അവസാനം ഭിക്ഷയെടുത്ത് കഴിക്കുന്ന അവസ്ഥയിലെത്തും. കൂടാതെ ഈ ദിവസം ഈ കറി കഴിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പൂജയ്ക്ക് ഒരു ഫലവും ലഭിക്കില്ലെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതായത് നിങ്ങൾ ഈ കറി കഴിച്ച് എത്ര പൂജകൾ ചെയ്താലും അവ ചാരത്തിൽ ഒഴിച്ച പനീർ പോലെ വെറുതെയാകും. അതുകൊണ്ട് ഈ ദിവസം വീട്ടിൽ ഈ കറി ഉണ്ടാക്കരുത്, കഴിക്കരുത്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ പച്ചക്കറികൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ശിവരാത്രി ദിവസം നോൺ വെജ് മാത്രം കഴിക്കാതെ ഇരുന്നാൽ മതിയെന്ന് പലരും കരുതാറുണ്ട്. ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഒരു കറിയും ഉണ്ടാക്കില്ല. അവരുടെ കാര്യം സാരമില്ല. പക്ഷേ ചിലർ ഉപവാസം അനുഷ്ഠിക്കാതെ ഇരിക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർ നോൺ വെജ് ഒഴികെ മറ്റേത് കറിയും കഴിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ ഉപവാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കറികൾ ശിവരാത്രി ദിവസം കഴിക്കാൻ പാടില്ല. ഈ കറി കഴിച്ചാൽ നമ്മൾ എത്ര പൂജകൾ ചെയ്താലും ആ പൂജകൾ കൊണ്ട് ലഭിക്കുന്ന പുണ്യഫലം നമുക്ക് ലഭിക്കാതെ പോകും. നമ്മൾ കഷ്ടത്തിലാകും. കൂടാതെ ഈ കറി കഴിച്ചാൽ ശിവനും കോപിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ശിവരാത്രി ദിവസം വീട്ടിൽ അബദ്ധത്തിൽ പോലും ഈ കറി ഉണ്ടാക്കുകയോ കഴിക്കുകയോ ഒരു സാഹചര്യത്തിലും ചെയ്യരുത്. വീട്ടിൽ മാത്രമല്ല പുറത്തും ഈ കറികൾ കഴിക്കരുത്. അതായത് പലരും പുറത്തുനിന്ന് കറികൾ വാങ്ങി കൊണ്ടുവരാറുണ്ടല്ലോ. അങ്ങനെ കറികൾ വാങ്ങി കൊണ്ടുവരികയോ ഈ കറികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുറത്ത് ഹോട്ടലുകളിൽ റെസ്റ്റോറന്റുകളിൽ കഴിക്കുകയോ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ഈ ശിവരാത്രി എന്നത് പരിശുദ്ധമായ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ഏത് കറിയാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അതുമാത്രമല്ല ഈ ദിവസം പൂജ ഏത് സമയത്ത് ചെയ്യണം, വെള്ളത്തിൽ എന്ത് ചേർത്ത് കുളിക്കണം, പശുവിന് എന്ത് ആഹാര പദാർത്ഥങ്ങൾ നൽകിയാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാകും, ഈ ദിവസം ഉപവാസം എങ്ങനെ അനുഷ്ഠിക്കണം, ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടുവെങ്കിൽ ശിവന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ണിൽപ്പെട്ടുവെന്ന് കരുതി വീഡിയോ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും. ഇനി വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓം നമഃ ശിവായ എന്ന് ഒരു ചെറിയ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ശിവരാത്രി ദിവസം സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി വീടിന് മുന്നിൽ കോലം വരയ്ക്കണം. വാതിലിൻ മഞ്ഞളും കുങ്കുമവും തേച്ച് വീടിന് മാവില് തോരണങ്ങൾ കെട്ടി അലങ്കരിക്കണം. ഫെബ്രുവരി 15 തീയതി ഞായറാഴ്ച ശിവനെ എപ്പോൾ വേണമെങ്കിലും പൂജിക്കാം. എന്നാൽ വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെ അതിശയകരമായ ശുഭ മുഹൂർത്തങ്ങൾ ഉണ്ട്. അതിനാൽ ഈ സമയത്ത് ചെയ്യുന്ന ശിവപൂജകൾക്ക് ഇരട്ടി പുണ്യ ഫലം ലഭിക്കും. ശിവരാത്രി ദിവസം പലരും ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ച് ഉറക്കമിളക്കും. എന്നാൽ ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ച് ഉറക്കമിളക്കാൻ കഴിയാത്തവർ ലിംഗോദ്ഭവ കാലത്ത്, അതായത് ശിവലിംഗം ഉദ്ഭവിച്ച സമയത്ത് ശിവനെ പൂജിച്ച് ഉപവാസം അനുഷ്ഠിച്ചാൽ മാത്രം മതി. ശിവാനുഗ്രഹം തീർച്ചയായും ലഭിക്കും. ഫെബ്രുവരി 15 തീയതി അർദ്ധരാത്രി 12 മണി മുതൽ 12:50 വരെ ലിംഗോദ്ഭവ കാലം ഉണ്ട്. ഈ 50 മിനിറ്റ് സമയത്തിന് അത്യധികം ദൈവിക ശക്തിയുണ്ട്. അതിനാൽ ഈ സമയത്ത് ചെയ്യുന്ന പൂജകൾക്കും അഭിഷേകങ്ങൾക്കും ഇരട്ടി പുണ്യഫലം ലഭിക്കും. അതുപോലെ ഈ ശിവരാത്രി ദിവസം പഞ്ചമുഖ രുദ്രാക്ഷം വാങ്ങി കഴുത്തിൽ ധരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ നീങ്ങും, കഷ്ടപ്പാടുകളും നീങ്ങും, ശിവാനുഗ്രഹം ഉണ്ടാകും. കൂടാതെ ശിവരാത്രി ദിവസം പൂജ ചെയ്യുന്നവർ ഭസ്മം ധരിച്ചാൽ അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കും. ചെയ്യുന്ന പൂജയ്ക്കും ഉപവാസത്തിനും അഭിഷേകത്തിനും 100 ഇരട്ടി ഫലം ലഭിക്കും. ശിവരാത്രി ഒരു വലിയ പുണ്യദിനമാണ്. കാരണം ഈ ദിവസമാണ് ശിവൻ ലിംഗരൂപത്തിൽ അവതരിച്ചത്. ശിവപാർവതിമാരുടെ കല്യാണം നടന്നതും ഈ ദിവസമാണ്. അതുപോലെ ശിവൻ ഗരളത്തെ കഴുത്തിൽ നിർത്തി ഗരളകൻകനായി മാറിയതും ഈ ദിവസമാണ്. എല്ലാ വർഷവും മാഘ് ബഹുള ചതുർദശിയിൽ വരുന്ന മഹാശിവരാത്രി വളരെ പ്രാധാന്യമുള്ള ഒരു പുണ്യദിനമാണ്. ഉപവാസം, ശിവപൂജ, ജാഗരണം എന്നിവ ശിവരാത്രിയിൽ ആചരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. ശിവൻ എല്ലാ ലോകങ്ങളെയും നശിപ്പിക്കാൻ തയ്യാറായ ആലാഹലത്തെ തന്റെ കഴുത്തിൽ ഒളിപ്പിച്ച നീലകണ്ഠനാണ്. ധർമ്മചാരിണിക്ക് തന്റെ ശരീരത്തിന്റെ പകുതി നൽകി അർദ്ധനാരീശ്വരനാണ്.
തന്നെ യമന്റെ ഭാര്യയിൽ നിന്ന് രക്ഷിക്കാൻ അപേക്ഷിച്ച് ഭക്തനായ മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയായി ജീവിക്കാൻ വരം നൽകിയ ഭക്തജന ബന്ധുവാണ്. പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ മഹാശിവരാത്രി ദിവസം പൂജ ചെയ്യുന്നത് ഉത്തമമായ മാർഗമാണ്. ശിവൻ എന്ന വാക്കിന് മംഗളകരം, ശുഭപ്രദം എന്നൊക്കെയാണ് അർത്ഥം. കൈലാസനാഥനായ ശങ്കരൻ ലിംഗമായി അവതരിച്ച ദിവസമാണ് മഹാശിവരാത്രിയായി കണക്കാക്കപ്പെടുന്നത്. ലോകത്തെ മുഴുവൻ നയിക്കുന്ന ആ ഈശ്വരൻ മാഘമാസത്തിലെ ബഹുള ചതുർഥി ദിവസം അനന്തമായ ഭക്ത കോടികൾക്കായി ശിവലിംഗമായി അവതരിച്ചുവെന്ന് പുരാണങ്ങൾ പറയുന്നു. മഹാശിവരാത്രി വളരെ പവിത്രമായ ദിവസമാണ്. ഈ ദിവസം ഉപവാസം എങ്ങനെ ചെയ്യണം? അമ്പലത്തിൽ പോയാൽ പ്രസാദം കഴിക്കാൻ പറ്റുമോ? വ്രതമെടുക്കാൻ കഴിയാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. വ്രതമെടുത്തതിനേക്കാൾ കോടി ഇരട്ടി ഫലം ലഭിക്കും. ശിവൻ സന്തോഷിക്കും. ശിവാനുഗ്രഹം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ ശിവരാത്രി ദിവസം എങ്ങനെ വ്രതമെടുക്കണം? വ്രതമെടുക്കാൻ കഴിയാത്തവർ എന്തു ചെയ്യണം എന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. മഹാശിവരാത്രി ദിവസം സൂര്യോദയത്തിന് മുമ്പ് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. വെളുക്കുന്നതുവരെ ഉറങ്ങരുത്. ബ്രാഹ്മി മുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ പതിവ് പോലെ പൂജകൾ ചെയ്ത ശേഷം ശിവക്ഷേത്രത്തിൽ പോയി ആ മഹാശിവനെ ഭക്തിയോടെ പൂജിക്കണം. മഹാശിവരാത്രി ദിവസം വ്രതമെടുക്കണം. വ്രതമെടുക്കുന്ന സമയത്ത് പഴങ്ങളും പച്ചപ്പാലും കഴിക്കാം. വേവിച്ചതും പാകം ചെയ്തതും ഒരു കാരണവശാലും കഴിക്കരുത്. അത്യന്തം പവിത്രമായ ഈ ദിവസം ദൈവത്തോട് അടുത്ത് ദൈവനാമം ജപിക്കണം. ഈ ദിവസം ശിവക്ഷേത്രത്തിൽ പോയാൽ അവിടെ നൽകുന്ന പലഹാരം കഴിക്കാം. വ്രതത്തിലാണെങ്കിലും അവിടെ നൽകുന്ന പലഹാരം കഴിക്കാം. ചിലർ പ്രസാദം നൽകിയാൽ വ്രതത്തിലായതുകൊണ്ട് വേണ്ടെന്ന് പറയും. ഒരിക്കലും പ്രസാദം വേണ്ടെന്ന് പറയരുത്. അതാ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. പ്രസാദം ദൈവത്തിന് നിവേദിച്ചതായതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ കഴിക്കാം. ശിവരാത്രിക്ക് വ്രതമെടുക്കുന്നവർ കട്ടിലിലോ കസേരയിലോ ഇരിക്കരുത്. ഇന്ന് തറയിലോ പായയിലോ ഇരുന്നുകൊണ്ട് ദൈവനാമം ജപിക്കണം. ഉപവാസം എന്നാൽ മനസ്സിനെ ശിവനോട് അടുത്ത് നിർത്തുക എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ശിവനെ മനസ്സിനോട് അടുത്ത് നിർത്തണമെങ്കിൽ ശിവധ്യാനം ചെയ്യണം. ശിവധ്യാനം ചെയ്താൽ ശിവാനന്ദം ലഭിക്കും. ശിവന്റെ അനുഗ്രഹം ലഭിക്കും. ഇങ്ങനെ ശിവധ്യാനം ചെയ്യണമെങ്കിൽ ദിവസം മുഴുവൻ ഉണർന്നിരിക്കണം. അങ്ങനെ ഉണർന്നിരിക്കണമെങ്കിൽ വയർ കാലിയാക്കി വെക്കണം. അതുകൊണ്ട് ഭക്തർ വളരെ നിഷ്ഠയോടെയും നിയമങ്ങളോടെയും ദിവസം മുഴുവൻ മഹാശിവനെ ധ്യാനിച്ച് ഉപവാസം അനുഷ്ഠിക്കണം. വാസ്തവത്തിൽ മഹാശിവരാത്രി നാളിൽ ശിവധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഭക്തർക്ക് വിശപ്പ് തോന്നാറില്ലത്രേ. ആരോഗ്യമാണ് മഹാഭാഗ്യം എന്ന് പറയാറുണ്ട്. ശിവനും തന്റെ ഭക്തരുടെ ആരോഗ്യം ക്ഷയിക്കണമെന്ന് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ചെറിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ലഘുഭക്ഷണം കഴിക്കേണ്ടി വരും. ലഘുഭക്ഷണം എന്നാൽ പഴങ്ങൾ മാത്രം കഴിക്കണം എന്നാണ് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നത്. ഈ സമയത്ത് ലഭിക്കുന്ന കൈതച്ചക്ക, മുന്തിരി, പേരക്ക തുടങ്ങിയ പഴങ്ങൾ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ശിവരാത്രിക്ക് അഭിഷേകങ്ങളും അർച്ചനകളും ഉപവാസവും ജാഗരണങ്ങളും ചെയ്യുന്നു. ആരൊക്കെ ഉപവാസം ചെയ്യണം, ആരൊക്കെ ഉപവാസം ചെയ്യരുത് എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഗർഭിണികൾ, ചെറിയ കുട്ടികൾ, പ്രായമായവർ ഉപവാസം ചെയ്യരുത്. പ്രായമായവർ ഉപവാസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് ഉപവാസം ഇരിക്കാവുന്നതാണ്. ഇനി ചെറിയ കുട്ടികൾ എന്ത് കഴിച്ചാലും തെറ്റില്ല. ഇനി ക്ഷമയുള്ളവർക്ക് ധാരാളമായി ഉപവാസം ഇരിക്കാം. രോഗമുള്ളവർ, ടാബ്ലറ്റുകൾ കഴിക്കേണ്ടവർ, ബിപി ഷുഗർ ഉള്ളവർ ഉപവാസം ഇരുന്നിട്ട് ശിവരാത്രി എപ്പോഴാണ് കഴിയുന്നതെന്ന് കാത്തിരിക്കാതെ നന്നായി ലഘുഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പഴങ്ങൾ, മധുരക്കിഴങ്ങ്, പച്ചക്കായകൾ തുടങ്ങിയവ കഴിക്കുകയോ ചെയ്യുക. ഒന്നും കഴിക്കാതെ ഇരിക്കാൻ കഴിയാത്തവർ സന്തോഷത്തോടെ ലഘുഭക്ഷണം കഴിച്ച് ശിവനെ ആരാധിക്കുക. മനസ്സു നിറയെ ശിവനെ പൂജിക്കുക. ഉപവാസം അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം ലഭിക്കും. ഇവിടെ മനസ്സ് പ്രധാനമാണ്. നമ്മുടെ മനസ്സിനെ ഭക്തി മാർഗത്തിൽ നയിക്കുമ്പോൾ, അതായത് ദൈവത്തിൽ ലയിപ്പിക്കുമ്പോൾ ആ ഫലം കൂടുതലായി ലഭിക്കും. നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചിട്ടും ദൈവത്തിൽ മനസ്സ് അർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഉപവാസം വ്യർത്ഥമാകും. അതുകൊണ്ട് വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടും ആ ദൈവത്തിൽ മനസ്സ് അർപ്പിക്കാൻ കഴിഞ്ഞാൽ ഉപവാസം അനുഷ്ഠിച്ച് ശിവനെ പൂജിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം ലഭിക്കും. അല്ലാതെ ദുഃഖിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കരുത്. അത് ശിവൻ ഇഷ്ടമല്ല. ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് ശിവനെ പൂജ ചെയ്താൽ ആ പൂജ ശിവൻ ഇഷ്ടമല്ല, നിങ്ങൾക്കും നല്ലതല്ല. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവർക്ക് ഈ ശിവരാത്രി ദിവസം ഭക്ഷണം കഴിക്കാം. അതായത് ഉപ്പും മുളകും കുറച്ച് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ സാത്വികമായി ഭക്ഷണം കഴിച്ച് ശിവനെ സന്തോഷത്തോടെ പൂജിക്കുക.
ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും ഒരു പാപവും വരില്ല. കാരണം പല സ്ത്രീകളും വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടി വരും. കുട്ടികളെ സ്കൂളിൽ അയക്കുക, ഭർത്താവിനെ ഓഫീസിലേക്ക് അയക്കുക, വീട്ടിലെ ജോലികൾ ചെയ്യുക, ഇതെല്ലാം ചെയ്യണമെങ്കിൽ ക്ഷമ വേണം, അല്ലേ? അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവർ ഈ ശിവരാത്രി ദിവസം ഉപ്പും മുളകും കുറച്ച് ഭക്ഷണം പാചകം ചെയ്യുക. ആ സാത്വിക ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ക്ഷേത്രത്തിൽ പോകാം, പൂജ ചെയ്യാം, ഉറക്കമിളയ്ക്കാം. സാത്വിക ഭക്ഷണം കഴിച്ചാലും അത് ഉപവാസത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഒന്നും കഴിക്കാതെ ഇരിക്കാൻ കഴിയാത്തവർ ശരീരത്തെ കഷ്ടപ്പെടുത്തരുത്. ഈ രീതിയിൽ സാത്വിക ഭക്ഷണം കഴിച്ച് ഉപവാസം ചെയ്തതിന്റെ ഫലം നേടുക. മഹാശിവരാത്രി നമ്മുടെ ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. ശിവരാത്രി ദിവസം ചില നിയമങ്ങൾ തീർച്ചയായും പാലിക്കണം. ശിവരാത്രി ദിവസം സ്ത്രീകൾ നിർബന്ധമായും രാവിലെ ഉണർന്ന് ശുദ്ധിയായി കുളിച്ച് വീടെല്ലാം മഞ്ഞൾ വെള്ളം തളിക്കണം. അങ്ങനെ തളിക്കുന്നതിലൂടെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും. നിങ്ങൾ ചെയ്യുന്ന പൂജകൾക്ക് അത്ഭുതകരമായ ഫലം ലഭിക്കും. അതുപോലെ ഇന്ന് നിങ്ങൾ വീട്ടിലെ പൂജാമുറിയിൽ നാളികേര ദീപം വെക്കുക. നാളികേര ദീപം പരമേശ്വരൻ വളരെ ഇഷ്ടമാണ്. ശിവരാത്രി ദിവസം നാളികേര ദീപം ആരെല്ലാം തെളിയിക്കുന്നുവോ അവർക്ക് ശിവന്റെ അനുഗ്രഹത്താൽ സകല ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും ഇന്ന് നാളികേര ദീപം വെക്കുക. നാളികേര ദീപം എങ്ങനെ വെക്കണം എന്നതിന് ഒന്നുമില്ല. ശിവരാത്രി ദിവസം ഒരു നല്ല തേങ്ങ ഭംഗിയായി 2 കഷണങ്ങളായി പൊട്ടിച്ച് ആ കഷണങ്ങൾ ഒരു പ്ലേറ്റിൽ അരി ഇട്ട് അരിയുടെ മുകളിൽ കഷണങ്ങൾ വെച്ച് എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 3 തിരികൾ ഇട്ട് ദീപം വെക്കണം. ഒരു ചിരട്ടയിൽ ആണെങ്കിലും ദീപം വെക്കാം, അല്ലെങ്കിൽ 2 ചിരട്ടകളിൽ ആണെങ്കിലും ദീപങ്ങൾ വെക്കാം. ഇങ്ങനെ ശിവരാത്രി ദിവസം തേങ്ങാ ദീപം വെച്ചാൽ സകല പാപങ്ങളും ഇല്ലാതാകും. കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. ശിവൻ അഭിഷേകപ്രിയനാണ്. ശിവന് അല്പം വെള്ളം ഒഴിച്ചാൽ മതി, സന്തോഷത്താൽ നിറയും. ശിവരാത്രി നാളിൽ എല്ലാവരും വർണ്ണ ലിംഗജാതി കുലഭേദമില്ലാതെ ശിവനെ ആരാധിക്കുന്നത് വഴി, വെള്ളം കൊണ്ടോ പാൽ കൊണ്ടോ അഭിഷേകം ചെയ്യുന്നത് വഴി സദാശിവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തെ ബാധിച്ച് ദുരിതങ്ങൾ നീങ്ങും. മഹാശിവനെ അഭിഷേകങ്ങളാൽ സന്തോഷിപ്പിക്കുന്നത് വഴി അനേകം ദോഷങ്ങൾ നശിച്ച് ആയുരാരോഗ്യങ്ങൾ, ധനധാന്യങ്ങൾ ലഭിക്കും. ആ കുടുംബങ്ങൾ തലമുറകളോളം സകല ശുഭങ്ങളോടും കൂടി നിലനിൽക്കും. അതുപോലെ മോക്ഷത്തിന് ആവശ്യമായ യോഗ്യതയും നൽകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ശിവൻ അഭിഷേകം എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം എന്ന കാര്യം പലർക്കും അറിയില്ല. ക്ഷീരസാഗർ മഥന സമയത്ത് ദേവന്മാർ ഒരു വശത്തുനിന്നും രാക്ഷസന്മാർ മറുവശത്തുനിന്നും സമുദ്രം കടയുമ്പോൾ ആദ്യം ആലാഹലം ഉണ്ടായി. ആ ആലാഹലം എല്ലാം നശിപ്പിക്കുമ്പോൾ ദേവന്മാർക്കും രാക്ഷസന്മാർക്കും എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഉടൻ തന്നെ ദേവന്മാരെല്ലാം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ അടുക്കൽ പോയി ക്ഷീരസാഗര മഥനത്തിൽ ആദ്യം ഉണ്ടായതിനെ അഗ്രതാംബൂലമായി സ്വീകരിക്കണമെന്ന് ദേവന്മാരും ദാനവന്മാരും ആ ശിവനോട് അഭ്യർത്ഥിക്കുന്നു. ആദ്യം ഉണ്ടായത് ആലാഹലമാണെന്ന് മനസ്സിലാക്കിയ ശിവൻ അടുത്തിരുന്ന പാർവതി ദേവിയോട് സേവിക്കണോ എന്ന് ചോദിക്കുന്നു. സകല സൃഷ്ടിയെയും രക്ഷിക്കാൻ താങ്കൾ എന്തു ചെയ്താലും എനിക്ക് സമ്മതമാണെന്ന് ആ ഗൗരീദേവി പറഞ്ഞപ്പോൾ ശിവൻ ആലാഹലം സേവിക്കാൻ സമ്മതിക്കുന്നു. ഉടൻ തന്നെ ക്ഷീരസാഗര മഥനത്തിന് അടുത്ത് ചെന്ന് ആലാഹലത്തെ കുടിച്ച് കഴുത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ശിവൻ ഗരളകണ്ഠൻ ആയത്. പക്ഷേ ഗരളം ശിവനിൽ അമിതമായ ചൂടും താപവും ഉണ്ടാക്കാൻ തുടങ്ങി. അതിനെ സഹിക്കാൻ ശിവൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്ഷീരസാഗര മഥനത്തിൽ ജനിച്ച ചന്ദ്രനെ എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ടും ചൂട് കുറയാത്തതുകൊണ്ട് ഗംഗാദേവിയെയും തലയിൽ വെച്ചു. എന്നിട്ടും ശിവന്റെ താപം കുറഞ്ഞില്ല. ആ താപം കുറയ്ക്കാൻ നിത്യവും ശിവലിംഗത്തെ ജനങ്ങൾ അഭിഷേകം ചെയ്ത് താപം കുറയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ശിവന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ കഴിയുമെന്ന് ഭക്തരുടെ വിശ്വാസം. ഇങ്ങനെ ആരെല്ലാം ശിവലിംഗത്തിൽ വെള്ളം അല്ലെങ്കിൽ മറ്റു ദ്രവ്യങ്ങൾ ഒഴിക്കുന്നുവോ അവർ ശിവന് ആശ്വാസം നൽകി വരാകും. അങ്ങനെയുള്ളവരെ ആ പരമേശ്വരൻ എല്ലായ്പ്പോഴും കാത്തുസൂക്ഷിച്ച് ഭോഗഭാഗ്യങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് ആ മഹാശിവൻ എല്ലാ ദിവസവും അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും ശിവരാത്രി ദിവസം ശിവന് അഭിഷേകം ചെയ്യുക. ജന്മാനിക്കോ ശിവരാത്രി എന്നൊരു ചൊല്ല് നമുക്കുണ്ട്. അതായത് ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചാൽ ആ 100 വർഷത്തെ മാനവജന്മം സഫലമാകണമെങ്കിൽ ഒരു ശിവരാത്രി പരമേശ്വര ആരാധന ശരിയായി ചെയ്ത് അർച്ചിച്ച് ജാഗരണം ചെയ്ത് ആ മഹാശിവനെ ധ്യാനിച്ചാൽ ജന്മം ധന്യമാകുമെന്ന് അർത്ഥം. ജീവിതത്തിൽ ഒരു തവണ മാത്രം മഹാശിവരാത്രി ദിവസം ഉപവാസം അനുഷ്ഠിച്ച് മഹാശിവൻ അടുത്ത് നിന്നാൽ ഇത്രയും പുണ്യം ലഭിക്കുമെങ്കിൽ കൂടുതൽ തവണ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ എത്ര പുണ്യം ലഭിക്കുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. മുക്തി നൽകുന്നത്
ശിവരാത്രി മഹാശിവരാത്രി വളരെ പ്രത്യേകമായ ഒരു ദിവസമാണ്. ശിവ ആരാധനയിൽ ഇതിനേക്കാൾ വലിയ ദിവസമില്ല. ഇത്രയും വലിയ ശിവരാത്രി വരുന്നുണ്ട്. അതിനാൽ ആ ദിവസം നന്നായി ഉപയോഗിക്കണം. മഹാശിവരാത്രി ദിവസം ലോകം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കണം. വിളിച്ചാൽ വിളികേൾക്കുന്ന ദൈവമാണ് ശിവൻ, ഭോലാ ശങ്കരൻ. അഭിഷേകം ചെയ്യുന്നതിലൂടെ പരിപൂർണമായ ജ്ഞാനവും ദൈവാനുഗ്രഹവും നേടാമെന്ന് പുരാണങ്ങൾ പറയുന്നു. അഭിഷേക് സമയത്ത് ദൈവവിഗ്രഹങ്ങളിൽ നിന്ന് അത്യന്തം വിലയേറിയ ശക്തികൾ പുറത്തുവരുന്നു. അഭിഷേകങ്ങൾ എന്നാൽ ദേവന്മാർ പ്രസാദിക്കുന്നു. അഭിഷേക് പ്രിയനാണ് ശിവൻ. അതുകൊണ്ട് ശിവൻ അഭിഷേകം ചെയ്യുന്നതിലൂടെ വിശേഷ ശുഭഫലങ്ങൾ നേടാൻ കഴിയും. സാധാരണയായി ശിവനെ വെള്ളം കൊണ്ടോ പാൽ കൊണ്ടോ അഭിഷേകം ചെയ്യാറുണ്ട്. ഏത് ദ്രവ്യം കൊണ്ട് അഭിഷേകം ചെയ്താലും ഫലം ഒരുപോലെയായിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ മഹർഷിമാർ തിരഞ്ഞെടുത്ത ഓരോ ദ്രവ്യം കൊണ്ടും അഭിഷേകം ചെയ്യുന്നത് ഓരോ ഫലം നൽകുമെന്ന് പറയപ്പെടുന്നു. ശിവരാത്രി ദിവസം ശിവൻ ചില വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്താൽ ആഗ്രഹിച്ച് കാര്യങ്ങൾ സഫലമാകും. ആദ്യം മഞ്ഞൾ പൊടി കൊണ്ട് ശിവന് അഭിഷേകം ചെയ്താൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ലഭിക്കും. തിരുമഞ്ജന പൊടി കൊണ്ട് അഭിഷേകം ചെയ്താൽ ദൈവാനുഗ്രഹം ലഭിക്കും. ഗ്രഹ ദോഷങ്ങൾ നീങ്ങും. അരിപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്താൽ കടബാധ്യതകൾ ഒഴിയും. ചന്ദനാദി തൈലം കൊണ്ട് അഭിഷേകം ചെയ്താൽ വാത സംബന്ധമായ രോഗങ്ങൾ മാറും. പഞ്ചാമൃതം കൊണ്ട് ശിവന് അഭിഷേകം ചെയ്യുന്നതിലൂടെ അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കും. നെയ്യ് കൊണ്ട് ശിവ അഭിഷേകം ചെയ്താൽ മോക്ഷം ലഭിക്കും. പാൽ കൊണ്ട് പരമാത്മാവിന് അഭിഷേകം ചെയ്താൽ ആയുസ് വർദ്ധിക്കും. തൈര് കൊണ്ട് ശിവ അഭിഷേകം ചെയ്യുന്നതിലൂടെ സന്താന സൗഭാഗ്യം ലഭിക്കും. കത്തായി പഴച്ചാർ കൊണ്ട് ശിവ അഭിഷേകം ചെയ്താൽ ആരോഗ്യം ലഭിക്കും, രോഗങ്ങൾ മാറും. കരിമ്പിൻ നീർ കൊണ്ട് ശിവ അഭിഷേകം ചെയ്താൽ ആയുസ്സും പൂർണ്ണ ആരോഗ്യവും ലഭിക്കും. നാരങ്ങാനീർ കൊണ്ട് ശിവ അഭിഷേകം ചെയ്താൽ ശത്രുഭയം ഉണ്ടാകില്ല, എംഭയം ഉണ്ടാകില്ല. തേങ്ങാ വെള്ളം കൊണ്ട് ശിവ അഭിഷേകം ചെയ്താൽ ഉന്നത് പദവികൾ, സ്ഥാനം, ബഹുമാനം, കീർത്തി എന്നിവ ലഭിക്കും. നെല്ലിക്ക പൊടി ഉപയോഗിച്ച് ശിവന് അഭിഷേകം നടത്തിയാൽ രോഗങ്ങൾ ഇല്ലാതാകും. പനിനീർ ഉപയോഗിച്ച് ശിവന് അഭിഷേകം നടത്തിയാൽ സന്തോഷകരമായ ജീവിതം ലഭിക്കും. ചന്ദനം ഉപയോഗിച്ച് ശിവൻ അഭിഷേകം ചെയ്യുന്നതിലൂടെ കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കും. ദർഭപ്പുല്ല് വെള്ളം ഉപയോഗിച്ച് ശിവന് അഭിഷേകം നടത്തിയാൽ നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. തൈര് ഉപയോഗിച്ച് അഭിഷേകം ചെയ്താൽ ബലവും ആരോഗ്യവും യശസ്സും ലഭിക്കും. ഭസ്മാഭിഷേകം ചെയ്യുന്നതിലൂടെ മഹാ പാപങ്ങൾ നശിക്കും. അതുപോലെ അന്നാഭിഷേകം വഴി ദാരിദ്ര്യ ദുരിതങ്ങൾ ഉണ്ടാകില്ല, സകല സന്തോഷങ്ങളും സിദ്ധിക്കും. തേൻ ഉപയോഗിച്ച് ഈശ്വരന് അഭിഷേകം നടത്തിയാൽ അത്ഭുതകരമായ ഭാഗ്യം സ്വന്തമാകുമെന്ന് ആത്മീയ ഗുരുക്കന്മാർ പറയുന്നു. ബിൽവ പത്രങ്ങളും എരിക്കിൻ പൂക്കളും ഗോകുല പൂക്കളും ശിവപൂജയ്ക്ക് തീർച്ചയായും സമർപ്പിക്കണം. ഓരോ പ്രദോഷത്തിനും ബിൽവ പത്രങ്ങൾ ശിവക്ഷേത്രത്തിൽ എത്തിച്ചാൽ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് മുതിർന്നവർ നിർദ്ദേശിക്കുന്നു. ശിവരാത്രി ദിവസം ചിലതരം സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുതെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. പ്രധാനമായും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, അലുമിനിയം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, മരം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, ഈ 3 വസ്തുക്കളും ശിവരാത്രി ദിവസം വാങ്ങരുത്, വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. ഈ വർഷം ശിവരാത്രി ദിവസം സ്ത്രീകൾ മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള സാരി ധരിച്ച് പൂജ ചെയ്ത് ക്ഷേത്രത്തിൽ പോയാൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ലഭിക്കും. ശിവരാത്രി ദിവസം ഈ നിറത്തിലുള്ള സാരികൾ ധരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും, പരമേശ്വരന്റെ അനുഗ്രഹവും ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. ദീർഘസുമംഗല യോഗം സിദ്ധിക്കും. ഭർത്താവിനും വളരെ നല്ലത് സംഭവിക്കും. സാരി മാത്രമല്ല, ഡ്രസ്സുകൾ ധരിക്കുന്നവരും ഈ നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുക. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതുകൊണ്ട് മഹാശിവരാത്രി ദിവസം രാവിലെ ഉണർന്ന് കുളിച്ച് മഞ്ഞയും പച്ചയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. മഞ്ഞയും പച്ചയും ഈ 2 നിറങ്ങളുടെ സംയോജനത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കും. ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണെന്ന് ജ്യോതിഷികളും പറയുന്നുണ്ട്. അതുകൊണ്ട് ശിവരാത്രി ദിവസം സ്ത്രീകൾ മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ ധരിക്കുന്നത് വഴി ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കും. വീട്ടിൽ ഐശ്വര്യവർഷം ഉണ്ടാകും. ദീർഘസുമംഗല യോഗം സിദ്ധിക്കും. ഭർത്താവിന് നല്ലത് സംഭവിക്കും. എന്നാൽ ഇന്ന് ഒരു കാരണവശാലും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്, ദുരിതങ്ങൾ ഉണ്ടാകും. അതിനാൽ ശിവരാത്രി ദിവസം നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ളവരും മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കുടുംബം മുഴുവൻ ഒരുമിച്ച് ശിവക്ഷേത്രത്തിൽ പോകുക. പരമേശ്വരനെ ഭക്തി
ശ്രദ്ധയോടെ പൂജിക്കുക. ശിവരാത്രിക്ക് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായും പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകും. അതിനാൽ ശിവരാത്രി ദിവസം എല്ലാവരും ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശിവനെ ആരാധിക്കുക. ശിവപാർവതിമാരുടെ അനുഗ്രഹത്താൽ സകൽ ഐശ്വര്യങ്ങളും നേടുക. ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ മഹാശിവരാത്രി വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ഉത്സവം വളരെ പവിത്രമാണ്. മാഘമാസത്തിലെ ബഹുള ചതുർഥി നാളിലാണ് മഹാശിവരാത്രി വരുന്നത്. ഈ ദിവസം ശിവൻ വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ദിവസമാണ് പരമേശ്വരൻ ലിംഗരൂപത്തിൽ ദർശനം നൽകുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു. പലരും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. അങ്ങനെ സ്വർണം വാങ്ങണമെങ്കിൽ, സ്വർണം വാങ്ങാൻ പണം ലഭിക്കണമെങ്കിൽ ഈ മഹാശിവരാത്രി ദിവസം ശിവനെ ജമ്മി ഇലകൾ കൊണ്ട് പൂജിക്കണമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇങ്ങനെ ശിവരാത്രി ദിവസം ശിവനെ ജമ്മി ഇലകൾ കൊണ്ട് പൂജിച്ചാൽ തീർച്ചയായും അടുത്ത ശിവരാത്രി ആകുമ്പോഴേക്കും സ്വർണം വാങ്ങാനുള്ള യോഗം വരും. ജാതക ദോഷങ്ങൾ ഇല്ലാതാകും. നിങ്ങളുടെ ജാതകം അത്ഭുതകരമായി മാറും. മുൻപ് ബ്രഹ്മാവും വിഷ്ണുവും ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന് വാദിച്ചു. ആ വാദം ഒരു തർക്കമായി മാറി. അത് കൂടുതൽ വഷളായി യുദ്ധത്തിലേക്ക് നയിച്ചു. ആ യുദ്ധം കാരണം എല്ലാ ലോകങ്ങളും ദുരിതത്തിലായി. അതോടെ പരമേശ്വരൻ തന്നെ സ്വയം രംഗത്തിറങ്ങാൻ തീരുമാനിച്ചു. ഈശ്വര സങ്കല്പത്താൽ ഒരു വലിയ ജ്യോതിർലിംഗം ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവും വിഷ്ണുവും ഇരുവരും ലിംഗത്തെ സമീപിച്ചു. അതുവരെ അവർക്കിടയിലുണ്ടായിരുന്ന ആധിപത്യ പോരാട്ടം താൽക്കാലികമായി കെട്ടടങ്ങി. ആ മഹാലിംഗത്തിന്റെ തുടക്കവും ഒടുക്കവും അറിയാനുള്ള ആഗ്രഹം അവർക്കിരുവർക്കും ഉണ്ടായി. ബ്രഹ്മാവ് ഹംസ് രൂപം ധരിച്ച് ലിംഗത്തിന്റെ മുകൾ ഭാഗം കാണാൻ, വിഷ്ണു വരാഹ രൂപത്തിൽ അതിന്റെ അടിഭാഗം കണ്ടെത്താൻ പുറപ്പെട്ടു. ബ്രഹ്മാവിന് ലിംഗത്തിന്റെ മുകൾ ഭാഗമോ താഴെ ഭാഗമോ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ലിംഗത്തിന്റെ അരികിൽ നിന്ന് ഒരു കൈതപ്പൂവ് താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് അതിനെ തടഞ്ഞു നിർത്തി. താനും ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുണ്ടായ വാദത്തെക്കുറിച്ച് വിശദീകരിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഒരു പശുവിനെ കണ്ടാൽ അതേപോലെ പറഞ്ഞ് ആ ലിംഗത്തിന്റെ മുകൾ ഭാഗം കണ്ടുവെന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ അത് സത്യമാണെന്ന് സാക്ഷ്യം പറയാൻ അപേക്ഷിച്ചു. അതോടെ പശുവും കൈതപ്പൂവും സാക്ഷാൽ സൃഷ്ടികർത്താവ് തന്നെ തങ്ങളെ കെഞ്ചിപ്പറഞ്ഞപ്പോൾ നിഷേധിക്കാനാവാതെ സമ്മതിച്ചു. രണ്ടും താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വിഷ്ണു താൻ ആ ലിംഗത്തിന്റെ താഴെ ഭാഗം കാണാൻ കഴിഞ്ഞില്ലെന്ന് സമ്മതിച്ചു. എന്നാൽ ബ്രഹ്മാവ് താൻ ലിംഗത്തിന്റെ മുകൾ ഭാഗം കണ്ടുവെന്നും വേണമെങ്കിൽ പശുവിനോടും കൈതപ്പൂവിനോടും ചോദിക്കാനും പറഞ്ഞു. അപ്പോൾ കൈതപ്പൂവ് സത്യമാണെന്ന് പറഞ്ഞു. ബ്രഹ്മാവിന്റെ വാക്ക് നിഷേധിക്കാനാവാതെ അദ്ദേഹം ലിംഗത്തിന്റെ മുകൾ ഭാഗം കണ്ടുവെന്ന് പശു തലകൊണ്ട് പറയുന്നു. എന്നാൽ അസത്യം പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വാലുകൊണ്ട് കണ്ടില്ലെന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ അസത്യ പ്രചാരണം കാണാൻ കഴിയാതെ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. ബ്രഹ്മാവ് പറഞ്ഞ് പ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞ കൈതപ്പൂവിനെ ഭക്തർ ആരും പൂജിക്കരുതെന്നും നേരം വെളുത്താൽ പശുവിന്റെ മുഖം കാണുന്നത് പോലും കാരണമാണെന്നും ശപിച്ചു. പശുവിന്റെ അപേക്ഷ പ്രകാരം വാലുകൊണ്ട് സത്യം പറഞ്ഞതുകൊണ്ട് പൃഷ്ഠഭാഗം പവിത്രമാണെന്നും വാലിന്റെ ഭാഗം പൂജിക്കുന്നവർക്ക് പുണ്യഫലങ്ങൾ ലഭിക്കുമെന്നും വരം അനുഗ്രഹിച്ചു പരമേശ്വരൻ. പിന്നീട് ബ്രഹ്മാവും വിഷ്ണുവും ശിവന്റെ ആധിപത്യം മനസ്സിലാക്കി പൂജിച്ച് കീർത്തിച്ചു. അങ്ങനെ ശിവൻ ലിംഗ് രൂപത്തിൽ അവതരിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്ന് പുരാണ കഥനം. ശിവരാത്രി ദിവസം എല്ലാവരും ശിവക്ഷേത്രത്തിൽ പോകും. എന്നാൽ പലർക്കും ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം എങ്ങനെ ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും എന്നതിനെക്കുറിച്ച് അറിയില്ല. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ഈശ്വരന്റെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. അതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണങ്ങളെ ചണ്ഡീ പ്രദക്ഷിണം അല്ലെങ്കിൽ സോമസൂത്ര പ്രദക്ഷിണം എന്ന് പറയുന്നു. ലിംഗപുരാണത്തിൽ ഈ വിധാനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം എങ്ങനെ ചെയ്യണം എന്നുവെച്ചാൽ ആദ്യം നന്ദീശ്വരന്റെ അടുത്ത്, അതായത് ധ്വജസ്തംഭത്തിന്റെ അടുത്ത് ആരംഭിച്ച് അവിടെ നിന്ന് ചണ്ഡീശ്വരന്റെ അടുത്ത് പോകണം. ചണ്ഡീശ്വരനെ ദർശിച്ച് അവിടെ നിന്ന് വീണ്ടും തിരികെ ധ്വജസ്തംഭത്തിന്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം ആരംഭിച്ച് സോമസൂത്രം വരെ, അതായത് അഭിഷേക് ജലം പുറത്തേക്ക് പോകുന്ന വഴി വരെ പോയി തിരികെ വീണ്ടും ധ്വജസ്തംഭത്തിന്റെ അടുത്ത് വരണം. ഇങ്ങനെ ചെയ്താൽ ഒരു പ്രദക്ഷിണം പൂർത്തിയായി. ഈ ശിവപ്രദക്ഷിണത്തിൽ സോമസൂത്രം കടക്കാൻ പാടില്ല. കാരണം സോമസൂത്രത്തിന്റെ അടുത്ത് പ്രഥമ ഗണങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അവരെ കടന്നാൽ തെറ്റ് ചെയ്ത് ആളുകളാകും. കുറച്ച് പരിശീലിച്ചാൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു പ്രദക്ഷിണം നമ്മൾ സാധാരണയായി ചെയ്യുന്ന 10,000 പ്രദക്ഷിണങ്ങൾക്ക് തുല്യമാണെന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു. ഇങ്ങനെ 3 തവണ പ്രദക്ഷിണം ചെയ്യണം. അതുകൊണ്ട് നിങ്ങളും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ രീതിയിൽ പ്രദക്ഷിണം ചെയ്ത് ശിവന്റെ അനുഗ്രഹത്താൽ 10,000 ഇരട്ടി അധിക ഫലങ്ങൾ നേടുക. രാത്രി എന്നാൽ മറ്റു ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ ഉത്സവങ്ങളും രാവിലെയാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഈ ഉത്സവം രാത്രിയിൽ മാത്രമല്ല അർദ്ധരാത്രിയിലും ചെയ്യുന്നു. അതുപോലെ 4 യാമങ്ങൾ, അതായത് യാമപൂജ ചെയ്യുന്നു. യാമപൂജയിൽ യാമം എന്നാൽ യാമം മഹാശിവരാത്രി ദിവസം രാത്രിയിൽ ഓരോ യാമത്തിലും ശിവന് അഭിഷേകം ചെയ്യണം. ഈ ദിവസം ക്ഷേത്രങ്ങളിൽ 4 യാമങ്ങളുടെ പ്രത്യേക പൂജ നടക്കുന്നു. ഈ ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും ആ യാം പൂജ ചെയ്താൽ മതി, ശിവന്റെ അനുഗ്രഹം ലഭിക്കും. ക്ഷേത്രത്തിൽ ഓരോ യാമപൂജയ്ക്കും നിർദ്ദിഷ്ടമായ അഭിഷേകം നടത്തുന്നു. അതുപോലെ നിർണയിച്ച നൈവേദ്യത്തോടൊപ്പം പാരായണവും തുടരുന്നു. യാമപൂജയിൽ അഭിഷേകവും അലങ്കാരവും ഉണ്ടാകും. ചന്ദനം, ബിൽവപത്രങ്ങൾ, താമരപ്പൂക്കൾ എന്നിവ കൊണ്ട് സ്വാമിക്ക് അർച്ചന ചെയ്യുന്നു. നൈവേദ്യമായി ചെറുപയർ പൊങ്കൽ സമർപ്പിക്കുന്നു. ഋഗ്വേദം പാരായണം ചെയ്യുന്നു. ഈ ആദ്യ യാമപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വാസം. 2ാം യാമപൂജയിൽ മധുപർക്കം, അതായത് പഞ്ചസാര, പാൽ, തൈര്, നെയ്യ് എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം റോസ് വാട്ടർ, കർപ്പൂരം, ചന്ദനലേപനം എന്നിവ കൊണ്ട് അലങ്കരിച്ച് ബിൽവപത്രങ്ങൾ, തുളസി എന്നിവ കൊണ്ട് അർച്ചന നടത്തുന്നു. നൈവേദ്യമായി പായസം സമർപ്പിച്ച് യജുർവേദം പാരായണം ചെയ്യുന്നു. ഈ യാമപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കും. 3ാം യാമത്തിൽ തേൻ കൊണ്ട് അഭിഷേകം ചെയ്ത് കർപ്പൂരഗന്ധലേപനം കൊണ്ട് അലങ്കരിക്കുന്നു. ബിൽവപത്രങ്ങളും മുല്ലപ്പൂക്കളും കൊണ്ട് അർച്ചനയും അന്നവും എള്ളും നൈവേദ്യമായി സമർപ്പിച്ച് സാമവേദം പാരായണം ചെയ്യുന്നു. ഈ യാമപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് അപാരമായ സമ്പത്ത് ലഭിക്കും. 4ാം യാമത്തിൽ കരിമ്പിൻ നീർ കൊണ്ട് അഭിഷേകം ചെയ്ത് മുല്ലപ്പൂക്കളും താമരപ്പൂക്കളും കർപ്പൂരഗന്ധലേപനം കൊണ്ട് അലങ്കരിക്കുന്നു. താമരയും ആമ്പലും മുല്ലപ്പൂക്കളും കൊണ്ട് അർച്ചന നടത്തി പാകം ചെയ്ത് അന്നം നൈവേദ്യമായി വെക്കണം. അഥർവവേദം പാരായണം ചെയ്യുന്നു. ഈ യാമപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് കുടുംബത്തിൽ ഐക്യം ലഭിക്കുമെന്ന് വേദപണ്ഡിതർ പറയുന്നു. ഇന്ന് ലിംഗോദ്ഭവകാലത്ത് പരമേശ്വരൻ ചെയ്യുന്ന അഭിഷേകമോ അർച്ചനയോ മറ്റേതൊരു പൂജയോ അനന്തമായ പുണ്യഫലങ്ങൾ നൽകും. ലിംഗോദ്ഭവ സമയത്ത് കൂവളതളങ്ങൾ കൊണ്ട് അർച്ചന ചെയ്ത ശിവലിംഗത്തെ ദർശിച്ചാൽ മാത്രം 76 ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുമെന്ന് സാക്ഷാൽ പരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞതായി പുരാണങ്ങളിൽ പറയുന്നു. ഇനി കാര്യത്തിലേക്ക് വന്നാൽ ഈ മഹാശിവരാത്രി ദിവസം രാവിലെയും വൈകുന്നേരവും സാധിക്കുമെങ്കിൽ 2 തവണ കുളിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ കുളിക്കുന്ന വെള്ളത്തിൽ 7 കൂവളയിലകളോ 2 ശംഖുപുഷ്പങ്ങളോ അല്ലെങ്കിൽ 7 തുളസിയിലകളോ ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ലഭിച്ചാൽ അത് ചേർത്ത് കുളിക്കണം. ആദ്യമായി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ 7 ഇളം കൂവളയിലകൾ കൊണ്ടുവരിക. ആ ഇലകൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് ചെറുതായി ഞെരടി നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കുളിക്കുക. കൂവളമരം സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ്. ശിവൻ ബിൽവപത്രപ്രിയനാണ്. കൂവളയിലകൾക്കുള്ള മഹത്വം എന്തെന്നാൽ അവ വാത, പിത്ത, കഫ് ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു. ശരീരത്തിലെ ചൂട് കുറച്ച് മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നു. ആയുർവേദപരമായും മാരേഡ് ഇലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശിവരാത്രി ദിവസം ഈ ബിൽവ പത്രങ്ങൾ ചേർത്ത വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറുന്നതിനോടൊപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ ഇല്ലാതാകും. ശിവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അകാലമരണ ദോഷങ്ങൾ മാറി ആയുസ് വർദ്ധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് മാരേഡ് ഇലകൾ കൊണ്ടുള്ള ഈ കുളി ഒരു വരം പോലെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മാരേഡ് ഇലകൾ ലഭിച്ചില്ലെങ്കിൽ 2ാമതൊരു വഴിയുണ്ട്. അതെന്തെന്നാൽ ശംഖുപുഷ്പങ്ങൾ. ശിവൻ നീല നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ വളരെ ഇഷ്ടമായതുകൊണ്ട് മാരേഡ് ഇലകൾ ലഭിക്കാത്തവർ 2 ശംഖുപുഷ്പങ്ങൾ എടുത്ത് അവയെ കൈകൊണ്ട് നന്നായി നെക്കി കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കുക. ഈ പൂക്കളുടെ നീര് കലർന്ന വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ നിങ്ങളുടെ ജാതകത്തിലെ ശനി ദോഷങ്ങളും രാഹുകേതു ദോഷങ്ങളും ഇല്ലാതാകും. ശംഖുപുഷ്പങ്ങൾക്കുള്ള പ്രത്യേകത എന്തെന്നാൽ ഇവ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ആത്മീയമായി നോക്കിയാൽ ഈ പൂക്കൾ നമ്മളിലെ അജ്ഞാനം നീക്കി ജ്ഞാനോദയം നൽകുന്നു. ഈ പൂക്കളുടെ വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് വരും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കും. ധന ലാഭം ഉണ്ടാകുന്നതിനോടൊപ്പം സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനവും മര്യാദകളും വർദ്ധിക്കും. ഇനി ഈ 2
ലഭിക്കാത്ത പക്ഷം മൂന്നാമത്തേത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ള തുളസി ഇലകളാണ്. 7 തുളസി ഇലകൾ എടുത്ത് അവയെ അല്പം ഞെക്കി വെള്ളത്തിൽ ഇട്ട് കുളിക്കുക. തുളസി കോടി ദേവതകളുടെ വാസസ്ഥലമാണ്. തുളസിയില ചേർത്ത വെള്ളം ഗംഗാജലത്തിന് തുല്യമാണ്. ശിവരാത്രി ദിവസം തുളസിയിലേട്ട് കുളിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മുഴുവൻ ഒഴിഞ്ഞുപോകും. തുളസിയിലുള്ള ആന്റിബയോട്ടിക് ഗുണങ്ങൾ ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. നിങ്ങളുടെ രക്തയോട്ടം മെച്ചപ്പെടുകയും ചർമ്മരോഗങ്ങൾ സുഖപ്പെടുകയും ചെയ്യും. അതിനാൽ ശിവരാത്രി ദിവസം രാവിലെയും വൈകുന്നേരവും കൂവളത്തിലെയോ ശംഖുപുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസിയിലെയോ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലർത്തി കുളിച്ച് നോക്കൂ. നിങ്ങളുടെ ദാരിദ്ര്യം മുഴുവൻ ആ വെള്ളത്തോടൊപ്പം ഒലിച്ചുപോകും. നിങ്ങളുടെ ഭാഗ്യം തെളിയും. നിങ്ങൾക്ക് അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. സവൈയുടെ ദയാൽ നിങ്ങളുടെ വീട് ധനം കൊണ്ട് നിറയും. നിങ്ങളുടെ ശരീരത്തിന് പുതിയ ഉന്മേഷം ലഭിക്കും. മനസ്സിലുള്ള ഭയങ്ങളും ഉത്കണ്ഠകളും ഇല്ലാതാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ മഹാശിവരാത്രി ദിവസം സ്ത്രീകൾ കുളിച്ചതിനു ശേഷം നിർബന്ധമായും തങ്ങളുടെ പാദങ്ങളിൽ മഞ്ഞൾ പുരട്ടണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പാർവതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും സുമംഗല യോഗം സിദ്ധിക്കുകയും ചെയ്യും. ഇതുവഴി നിങ്ങളുടെ ഭർത്താവിന് ആയുരാരോഗ്യങ്ങൾ ലഭിക്കും. അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ വ്യാപാരങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. വീട്ടിൽ സുഖസമാധാനങ്ങൾ നിലനിൽക്കും. സ്ത്രീകൾ മഞ്ഞൾ പുരട്ടുന്നതിലൂടെ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുക മാത്രമല്ല, അതൊരു രക്ഷാ കവചം പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അതിനാൽ സഹോദരന്മാർ മറക്കാതെ കുളിച്ച ശേഷം പാദങ്ങളിൽ മഞ്ഞൾ അണിയുക. പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം ചില കറികൾ കഴിച്ചാൽ ഗ്രഹങ്ങൾ നമുക്ക് പ്രതികൂലമായി മാറും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ കൊണ്ടുവരും. ശിവൻ ആ ഗ്രഹത്തിന് ഇരയാകേണ്ടി വരും. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പൂജകൾക്കും ഒരു ഫലവും ലഭിക്കാതെ പാഴായി പോകും. അതിനാൽ ഈ ദിവസം കത്തിരിക്ക കറി വീട്ടിൽ പാചകം ചെയ്യരുത്, കഴിക്കുകയും ചെയ്യരുത്. വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. കത്തിരിക്ക എന്നാൽ വാദവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ളവ, വയറ്റിൽ പ്രശ്നങ്ങളുള്ളവ കത്തിരിക്ക പെട്ടെന്ന് കഴിക്കില്ല. പ്രധാനമായും ചില ഗ്രഹങ്ങൾക്കും വഴുതന സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശിവരാത്രി ദിവസം വഴുതന കഴിക്കരുത്. കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ ശിവരാത്രി ദിവസം വഴുതന കറി വെക്കുകയോ അച്ചാർ ഉണ്ടാക്കുകയോ വഴുതന പുളിശ്ശേരി ഉണ്ടാക്കുകയോ ഒരു കാരണവശാലും ചെയ്യരുത്. പ്രധാനമായും വഴുതന പാചകം ചെയ്യരുത്, വീട്ടിൽ കൊണ്ടുവരരുത്, കഴിക്കരുത് എന്ന കാര്യം ഓർമ്മിക്കുക. കോളിഫ്ലവറും ശിവരാത്രി ദിവസം വീട്ടിൽ കൊണ്ടുവരരുത്, പാചകം ചെയ്യരുത്, കഴിക്കരുത്. അതുകൊണ്ട് സ്ത്രീകൾ ഓർമ്മിക്കുക, ഇന്ന് വീട്ടിൽ കോളിഫ്ലവർ പാചകം ചെയ്യരുത്. കറിയുടെ രൂപത്തിലോ അച്ചാറിന്റെ രൂപത്തിലോ ഫ്രൈയുടെ രൂപത്തിലോ ഒരു രൂപത്തിലും ഇന്ന് കോളിഫ്ലവർ തൊടരുത്. അതുപോലെ ഇന്ന് കുമ്പളങ്ങയും കഴിക്കരുത്. കുമ്പളങ്ങ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മറ്റ് ദിവസങ്ങളിൽ നന്നായി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ ശിവരാത്രി ദിവസം അതിന്റെ അടുത്തേക്ക് പോകരുത്. പലരും ഉപവാസം ഇരിക്കുന്നതുകൊണ്ട് ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. നിങ്ങൾ മറ്റ് ഏത് ജ്യൂസുകളും കുടിച്ചോളൂ. എന്നാൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഫ്രൂട്ട് ജ്യൂസുകൾ ഏതും കുടിക്കാം. എന്നാൽ കുമ്പളങ്ങ ജ്യൂസ് ഇന്ന് കുടിക്കരുത്. അതുപോലെ ഇന്ന് മത്തങ്ങയും കഴിക്കരുത്. ഈ മത്തങ്ങയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൽ പലതരം പ്രോട്ടീനുകൾ, ധാതുക്കൾ കൂടാതെ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശിവരാത്രി ദിവസം ഇത് വീട്ടിൽ കൊണ്ടുവരാനോ പാചകം ചെയ്യാനോ കഴിക്കാനോ പാടില്ല എന്ന കാര്യം ഓർമ്മിക്കുക. അതുപോലെ ഈ ദിവസം കൂൺ കഴിക്കരുത്. കൂൺ ഈ ദിവസം വീട്ടിൽ കൊണ്ടുവരാനോ പാചകം ചെയ്യാനോ കഴിക്കാനോ പാടില്ല. ഈ ദിവസം കൂൺ കഴിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പൂജകളുടെ ഫലം പാഴായി പോകും, വലിയ പാപം ഉണ്ടാകും. കൂടാതെ സ്ത്രീക്കും കോപം വരുത്തും ഈ കൂൺ. അതിനാൽ ഈ ദിവസം അബദ്ധത്തിൽ പോലും കൂൺ കഴിക്കരുത്. അതുപോലെ കോവയ്ക്കയും ശിവരാത്രി ദിവസം പാചകം ചെയ്യരുത്. ഈ ദിവസം കോവയ്ക്ക് കറി കഴിച്ചാൽ ബുദ്ധി മന്ദീഭവിക്കും, അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. അതിനാൽ ഈ ദിവസം ഒരു രൂപത്തിലും, അതായത് അച്ചാറിന്റെ രൂപത്തിലോ കറിയുടെ രൂപത്തിലോ ഫ്രൈയുടെ രൂപത്തിലോ ഒരു രൂപത്തിലും കോവയ്ക്ക് കഴിക്കരുത്. വീട്ടിൽ പാചകം ചെയ്യരുത്. വീട്ടിൽ മാത്രമല്ല, പുറത്ത് ഹോട്ടലുകളിലും കറി പോയിന്റുകളിലും ഒരിടത്തും ഈ കറികൾ കഴിക്കരുത്. വാങ്ങരുത്. ആഗ്രഹിച്ചു കഷ്ടങ്ങൾ വരുത്തിവെക്കരുത്. അതുപോലെ ഈ ദിവസം കറികളിൽ കൂടുതലായി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കൂടാതെ മസാലകൾ എന്നിവ ഉപയോഗിക്കരുത്. ഇവ രാജസിക താപസിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കും. ഇതുകാരണം മനസ്സിന് ശാന്തത നഷ്ടപ്പെടും. ഇവയോടൊപ്പം ഈ ദിവസം നോൺ വെജും കഴിക്കരുത്. അതായത് മാംസം, മട്ടൺ, മീൻ
ചെമ്മീൻ, ഞണ്ട്, ഒച്ചുകൾ, ഉണക്കമീൻ, മുട്ടകൾ എന്നിങ്ങനെയുള്ള ഒരുതരം നോൺ വെജ് ഐറ്റംസും കഴിക്കരുത്. പൂർണ്ണമായും ഒഴിവാക്കണം. പലരും മുട്ട നോൺ വെജ് അല്ലെന്ന് കരുതി കഴിക്കാറുണ്ട്. എന്നാൽ മുട്ടയും നോൺ വെജ് ആണ്. മുട്ടയ്ക്ക് പച്ചക്കറികളെപ്പോലെ മണമില്ലാതെ ഇരിക്കില്ല. ഒരു തവണ മുട്ടയുടെ മണം നോക്കൂ. അതും മാംസം പോലെ ചീഞ്ഞ മണം വരും. അതുകൊണ്ട് അതും നോൺ വെജിന്റെ കൂട്ടത്തിൽ വരും. അതിനാൽ ഇന്ന് പുഴുങ്ങിയ മുട്ട കുട്ടികൾക്ക് കൊടുക്കുകയോ വീട്ടിൽ മുട്ടക്കറി വെക്കുകയോ ചെയ്യരുത്. മുട്ട മാത്രമല്ല, ഒരു തരത്തിലുള്ള നോൺ വെജും പാചകം ചെയ്യരുത്. കൂടാതെ ഈ ശിവരാത്രി ഞായറാഴ്ചയാണ് വന്നത്. സാധാരണയായി ഞായറാഴ്ച എല്ലാവർക്കും അവധിയാണ്. എല്ലാവരും ഒഴിവായിരിക്കും. കുട്ടികളും പുരുഷന്മാരും അങ്ങനെ എല്ലാവരും ഒഴിവായിരിക്കും. വീട്ടിൽ ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ അന്ന് നോൺ വെജ് പാചകം ചെയ്തു കൊടുക്കാറുണ്ട് സ്ത്രീകൾ. ചിക്കൻ, മട്ടൻ, ചെമ്മീൻ, ഞണ്ട് അങ്ങനെ ഞായറാഴ്ച എന്തെങ്കിലും കൊണ്ടുവന്ന് വീട്ടിൽ എല്ലാവരും കഴിക്കുന്നത് സാധാരണമാണ്. സാധാരണ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ചെയ്താലും തെറ്റില്ല. എന്നാൽ ഈ ഞായറാഴ്ച ശിവരാത്രി ഉത്സവത്തോടൊപ്പം വന്നതുകൊണ്ട് ഇന്ന് ഒരു കാരണവശാലും നോൺ വെജ് കഴിക്കരുത്. കറികളുടെ രൂപത്തിൽ മാത്രമല്ല, ബിരിയാണികൾ, ചിക്കൻ പക്കോടകൾ, എഗ് ബജ്ജികൾ, ചിക്കൻ ഫ്രൈ, ചിക്കൻ എഗ് പഫ്സ്, ബർഗർ, പിസ്സ അങ്ങനെ ഒരു രൂപത്തിലും ഇന്ന് നോൺ വെജ് കഴിക്കരുത്. ശിവരാത്രി ദിവസം മാംസാഹാരം കഴിച്ചാൽ 7 ജന്മം ദാരിദ്ര്യം പിടിപെട്ട് ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് ആരും നോൺ വെജ് കഴിക്കരുത്. അതിനാൽ ശിവരാത്രി ദിവസം ഈ കറികളൊഴികെ ബാക്കിയുള്ള കറികൾ എന്തും കഴിക്കാം. ഇന്ന് നിങ്ങൾ എന്ത് കഴിച്ചാലും ആദ്യം ശിവനെ ഓർത്ത് കഴിക്കുക. ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഒന്നും കഴിക്കില്ല. ഉപവാസം അനുഷ്ഠിക്കാത്തവർ മാത്രം ഈ കറികൾ കഴിക്കരുത് എന്ന കാര്യം ഓർമ്മിക്കുക. ഇന്ന് ഒരു പശുവിനെ കാണുകയാണെങ്കിൽ ആ പശുവിന് പച്ച നിറത്തിലുള്ള പച്ചക്കറികളോ പച്ചപ്പുല്ലോ ഭക്ഷണമായി നൽകുക. ഗോമാതാവിനെ നമസ്കരിക്കുക. ഗോമാതാവിനെ 3 തവണ പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനെ ശിവരാത്രി ദിവസം ഗോസേവ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് വരും. കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. ഈ മഹാശിവരാത്രി ഉത്സവത്തിൽ ചില പവിത്രമായ പുഷ്പങ്ങൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം മാറും. ശിവാനുഗ്രഹത്താൽ നിങ്ങൾ കുബേരന്മാരാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഈ മഹാശിവരാത്രി ഉത്സവത്തിൽ മന്ദാരപ്പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ സങ്കൽപ്പിക്കാനാവാത്ത ഐശ്വര്യം ലഭിക്കും. ജീവിതത്തിൽ പണത്തിന് കുറവുണ്ടാകില്ല. സന്തോഷകരമായ ജീവിതം ലഭിക്കും. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. ജില്ലേട് പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ സ്വർണം ദാനം ചെയ്ത അത്രയും പുണ്യഫലം ലഭിക്കും. അതിനാൽ പണം ആവശ്യമുള്ളവർ ശിവനെ ജില്ലേട് പൂക്കൾ കൊണ്ട് പൂജിക്കണം. അതുപോലെ ഗന്നേര് പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ 1000 പശുക്കളെ ദാനം ചെയ്ത അത്രയും ഫലം ലഭിക്കും. ഒരു ഗന്നേര് പൂവ് കൊണ്ട് ശിവനെ പൂജിച്ചാൽ 1000 ജില്ലേട് പൂക്കൾ കൊണ്ട് പൂജിച്ച അത്രയും ഫലം ലഭിക്കും. അതുപോലെ ഒരു താമരപ്പൂവ് കൊണ്ട് ശിവനെ പൂജിച്ചാൽ 1000 ബിൽവപത്രങ്ങൾ കൊണ്ട് പൂജിച്ച അത്രയും പുണ്യം ലഭിക്കും. ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളിൽ ഒന്നാണ് ഈ ഉമ്മത്ത് പൂവ്. ഉമ്മത്ത് പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ നിങ്ങൾക്ക് എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളിൽ നിന്ന് വേഗത്തിൽ മോചനം ലഭിക്കും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞുമാറും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരു മാസത്തിനുള്ളിൽ സഫലമാകണമെങ്കിൽ ഉമ്മത്ത് പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം ഒരു മാസത്തിനുള്ളിൽ സഫലമാകും. സാമ്പത്തിക പ്രശ്നങ്ങളാൽ വലയുന്നവർ മഹാശിവരാത്രി ദിവസം വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ വിരജാജി പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ സാമ്പത്തിക കഷ്ടപ്പാടുകളെല്ലാം ഉടൻ ഒഴിഞ്ഞുമാറും. പണമിടപാടുകളിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. അതുപോലെ മുല്ലപ്പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഉടൻ സഫലമാകും. അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ മുല്ലപ്പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ വാഹനയോഗം ലഭിക്കും. മുല്ലപ്പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ മാനസിക സമാധാനം ലഭിക്കും. അതുപോലെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ റോസാപ്പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ നല്ല ആരോഗ്യം ലഭിക്കും. ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരിക്കും. അതുപോലെ സന്നജാജുക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ വിവാഹയോഗം സിദ്ധിക്കും. വിവാഹം കഴിക്കാത്തവർക്ക് വേഗത്തിൽ വിവാഹം നടക്കും. നന്ദിവർദ്ധനം പൂക്കൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ ജീവിതകാലം മുഴുവൻ ഭോഗഭാഗ്യങ്ങൾ അനുഭവിക്കും. ശംഖ് പുഷ്പങ്ങളും താമർ പൂക്കളും കൊണ്ട് ശിവനെ പൂജിച്ചാൽ എല്ലാ പാപങ്ങളും ഒഴിഞ്ഞുമാറും. അതുപോലെ പാരിജാത പുഷ്പങ്ങൾ കൊണ്ട് ശിവനെ പൂജിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് വളരെയധികം വർദ്ധിക്കും. ശിവരാത്രി ദിവസം ചില തെറ്റുകൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ല. ഇത്തരം പുണ്യദിനങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ വലിയ ദാരിദ്ര്യം ഉണ്ടാകും. ശിവന്റെ കോപത്തിന് ഇരയാകേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ദിവസം രാവിലെ സൂര്യനുദിക്കുന്നത് വരെ ഉറങ്ങരുത്.
ഈ ദിവസം രാവിലെ ഉറക്കമുണരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. പലരും ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് ഇവിടെയാണ് തുടങ്ങുന്നത്. രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരിക്കേണ്ടതല്ലേ, ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ എന്ന് കരുതി രാവിലെ 8-9 മണി വരെ കിടക്കയിൽ തന്നെ കിടക്കും. ഇത് അശുഭകരമാണ്. ഈ ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഉറക്കമുണരാത്തവരോട് ലക്ഷ്മി ദേവിക്ക് കോപം ഉണ്ടാകും. ശിവരാത്രി പോലുള്ള പുണ്യദിനത്തിൽ വൈകി ഉറക്കമുണരുന്നത് കാരണം വീട്ടിലേക്ക് അലക്ഷ്മി പ്രവേശിക്കും. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും സമ്പാദിച്ച പണമെല്ലാം പാഴായി പോകുകയും ചെയ്യും. അതുകൊണ്ട് ശിവരാത്രി നാളിൽ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് വീടും പരിസരവും വൃത്തിയാക്കി പുണ്യനദികളെ സ്മരിച്ചു കുളിക്കണം. കുളിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഈ ദിവസം സ്ത്രീകൾ തലയിൽ ഷാംപൂവോ കുങ്കുമപ്പൂവോ തേച്ചു കുളിക്കാൻ പാടില്ല. ശുദ്ധമായ വെള്ളം മാത്രം തലയിൽ ഒഴിച്ചു കുളിക്കണം. നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ ഷാംപൂ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശിവരാത്രിക്ക് ഒരു ദിവസം മുമ്പ് ആ ജോലി പൂർത്തിയാക്കണം. ശിവരാത്രി ദിവസം തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ടതും ഭയങ്കരവുമായ തെറ്റ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ശാരീരിക ബന്ധമാണ്. മഹാശിവരാത്രി എന്നത് പരമശിവൻ ലിംഗോദ്ഭവം ചെയ്ത ദിവസമാണ്. ഈ ദിവസം സമസ്ത വിശ്വവും ശിവ ശക്തിമയമായിരിക്കും. അങ്ങനെയുള്ള പവിത്രമായ സമയത്ത് കാമവാസനകൾക്ക് അടിമപ്പെടുന്നത് മഹാപാപമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ദിവസം ഭാര്യാഭർത്താക്കന്മാർ തീർച്ചയായും ബ്രഹ്മചര്യം പാലിക്കണം. ആരെങ്കിലും ഈ നിയമം ലംഘിക്കുകയാണെങ്കിൽ അവർക്ക് അടുത്ത ജന്മത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നു മാത്രമല്ല, ഈ ജന്മത്തിലും മാനസിക അശാന്തിയും ദാരിദ്ര്യവും ചുറ്റിപ്പറ്റും. ശിവൻ യോഗേശ്വരനാണ്. അദ്ദേഹത്തെ സ്മരിക്കുന്ന ദിവസം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ശാരീരിക ബന്ധം മാത്രമല്ല, മനസ്സിലും കാമപരമായ ചിന്തകൾ വരാതെ ശ്രദ്ധിക്കണം. ശിവരാത്രി ദിവസം അറിയാതെ ഈ തെറ്റ് ചെയ്താൽ 7 ജന്മം വരെ ആ പാപം പിന്തുടരുമെന്ന് ശിവ പുരാണം പറയുന്നു. അതുപോലെ ശിവരാത്രി ദിവസം നമ്മുടെ പെരുമാറ്റം വളരെ ശാന്തമായിരിക്കണം. ആരുമായും വഴക്കുണ്ടാക്കുകയോ ശകാരിക്കുകയോ കള്ളം പറയുകയോ ചെയ്യരുത്. പ്രധാനമായും ഭാര്യയും ഭർത്താവും ചെറിയ കാരണങ്ങൾ പറഞ്ഞു വഴക്കിടുകയും പരസ്പരം നിന്ദിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ ശിവന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. കോപം മനുഷ്യനിലെ ദൈവീകതയെ നശിപ്പിക്കുന്നു. നിങ്ങൾ ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ച് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന കഠിനമായ വാക്കുകൾ ആ പുണ്യത്തെ മുഴുവൻ ചാരത്തിൽ ഒഴിച്ച പനീർ പോലെ മാറ്റുന്നു. അതിനാൽ ഇന്ന് ആരോടും വഴക്കിൻ പോകരുത്. ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ ഓം നമോ ശിവായ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മൗനമായിരിക്കുക. മൗനം എന്നത് ഈ ദിവസം ഒരു വലിയ തപസ്സാണ്. കൂടാതെ ഇന്ന് മൂക ജീവികളെ ഉപദ്രവിക്കരുത്. ശിവനെ നമ്മൾ പശുപതി എന്ന് വിളിക്കുന്നു. അതായത് ഈ സൃഷ്ടിയിലെ ഓരോ ജീവിയുടെയും ഉടമ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ശിവരാത്രി ദിവസം അറിയാതെ പോലും ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. പ്രത്യേകിച്ച് പശുക്കളെയും നായ്ക്കളെയും പൂച്ചകളെയും പാമ്പുകളെയും അടിക്കുകയോ അല്ലെങ്കിൽ അവയെ വെറുക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വിശന്നു ഏതെങ്കിലും ജീവി വന്നാൽ അതിന് കഴിയുന്ന ഭക്ഷണം നൽകുക. അല്ലാതെ അവയെ ശകാരിച്ച് അടിച്ചുവിട്ടാൽ അത് നേരിട്ട് ആ പരമശിവനെ അപമാനിക്കുന്നതിന് തുല്യമാകും. പശുവിനെ പൂജിച്ചാൽ കോടി പുണ്യങ്ങൾ ലഭിക്കുമെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ശിവരാത്രി നാളിൽ പശുവിനെ അപമാനിച്ചാൽ കോടി പാപങ്ങൾ ചുറ്റിപ്പറ്റും. നിസ്സഹായരായ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് പുത്രദുഃഖമോ ധനനഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു. സ്ത്രീകളെ സംബന്ധിച്ച മറ്റൊരു അതിലോലമായതും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് ആർത്തവം. പ്രകൃതിയുടെ നിയമമനുസരിച്ച് സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശിവരാത്രി ദിവസം ആർത്തവമുള്ള സ്ത്രീകൾ അബദ്ധത്തിൽ പോലും ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്. അതുപോലെ വീട്ടിൽ ശിവലിംഗത്തിൽ സ്പർശിക്കുകയോ നേരിട്ടുള്ള പൂജകൾ നടത്തുകയോ ചെയ്യരുത്. ഇത് ശിവൻ കോപമുണ്ടാക്കും. ആർത്തവ സമയത്ത് ശരീരത്തിലെ ഊർജം വ്യത്യസ്തമായിരിക്കും. ആ സമയത്ത് പൂജാകർമ്മങ്ങൾ നടത്തിയാൽ 7 ജന്മങ്ങളിലേക്ക് ദാരിദ്ര്യം വരുമെന്ന് മുതിർന്നവർ പറയുന്നു. ശിവന്റെ കോപത്തിന് ഇരയായി ശപിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പൂജകൾ ചെയ്യരുത്. എന്നാൽ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ഭക്തിയോടെ ശിവനാമം മനസ്സിൽ ജപിക്കാം, ശിവകഥകൾ കേൾക്കാം. ഭക്തിക്ക് ശരീരം തടസ്സമല്ല, എന്നാൽ പാരമ്പര്യങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ശിവരാത്രി ദിവസം പൂജ ചെയ്യുമ്പോൾ ശിവലിംഗത്തിൽ അബദ്ധത്തിൽ പോലും കുങ്കുമം അർപ്പിക്കരുത്. കുങ്കുമം സൗഭാഗ്യത്തിന്റെ ചിഹ്നമാണ്. ഇത് പാർവതീദേവിക്കോ അമ്മയുടെ രൂപങ്ങൾക്കോ ആണ് ഉപയോഗിക്കുന്നത്. ശിവൻ വൈരാഗ്യമൂർത്തിയാണ്. അദ്ദേഹത്തിന് ഭസ്മമാണ് ഏറ്റവും ഇഷ്ടം. ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുമ്പോൾ ചന്ദനവും ഭസ്മവും ഉപയോഗിക്കണം, അല്ലാതെ കുങ്കുമം ഉപയോഗിക്കരുത്.
അതുപോലെ ശിവപൂജയിൽ ചമ്പകപ്പൂക്കൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതിന് പിന്നിൽ ഒരു പുരാണ കഥയുമുണ്ട്. അതുകൊണ്ട് ചമ്പകപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്താൽ ശിവൻ കോപം വരും. അതുപോലെ തുളസിയിലകളും ശിവൻ അർപ്പിക്കരുത്. ജലന്ധരൻ എന്ന രാക്ഷസന്റെ ഭാര്യ വൃന്ദയുടെ ശാപം കാരണം തുളസി ശിവപൂജയിൽ നിന്ന് അകന്നു. ശിവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ബിൽവപത്രങ്ങൾ മാത്രമാണ്. ഒരു ബിൽവപത്രം സമർപ്പിച്ചാൽ 3 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകും. അതുപോലെ ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണം വളരെ പ്രധാനമാണ്. ഈ കാലഘട്ടത്തിൽ ഫാഷന്റെ സ്വാധീനം കാരണം മുടി അഴിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്നു. എന്നാൽ ശാസ്ത്രമനുസരിച്ച് മുടി അഴിച്ചിടുന്നത് ദാരിദ്ര്യത്തിന്റെ ചിഹ്നമാണ്. അതിനാൽ ഒരു പ്രത്യേക സമയത്ത് മാത്രമേ മുടി അഴിച്ചിടാവൂ. പവിത്രമായ ശിവരാത്രി ദിവസം മുടി അഴിച്ചിട്ട് ശിവനെ ദർശിക്കാൻ പോയാൽ അത് മഹാപാപത്തിന് കാരണമാകും. ഭംഗിയായി മുടി പിന്നിക്കെട്ടി പൂക്കൾ ചൂടി പൂർണ്ണമായി അണിഞ്ഞൊരുങ്ങി പോകണം. അതുപോലെ വസ്ത്രങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. കീറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വീട്ടിലേക്ക് ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പരമ്പരാഗതമായ സാരികളോ പഞ്ചാബി ഡ്രസ്സുകളോ ധരിക്കണം. ശരീരം പൂർണ്ണമായി മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ക്ഷേത്രത്തിലെ ദൈവിക ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും. അനാഗരികമായ വസ്ത്രങ്ങൾ ധരിച്ചാൽ ഐശ്വര്യം നഷ്ടപ്പെട്ട് കടക്കെണിയിലാകാൻ സാധ്യതയുണ്ട്. ശിവരാത്രിയിലെ പ്രധാന ചടങ്ങ് ജാഗരണമാണ്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുന്നതിനെയാണ് ജാഗരണം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. രാത്രി മുഴുവൻ ഉറങ്ങാതെ സിനിമകൾ കാണുകയോ സംസാരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ സെൽ ഫോണുകളിൽ ഗെയിമുകൾ കളിക്കുകയോ ചെയ്യുന്നത് ജാഗരണമായി കണക്കാക്കില്ല. അത് നിങ്ങളുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തുന്നത് മാത്രമാണ്. യഥാർത്ഥ ജാഗരണം എന്നാൽ രാത്രിയിലെ 4 യാമങ്ങളിൽ ശിവൻ അഭിഷേകങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ കാണുകയോ ശിവ അഷ്ടോത്തരങ്ങൾ, സഹസ്രനാമങ്ങൾ എന്നിവ ചൊല്ലി ചെലവഴിക്കുക എന്നതാണ്. അത്രയും ക്ഷമയില്ലെങ്കിൽ ശിവലീലകൾ കേൾക്കുകയോ ഭക്തി സിനിമകൾ കാണുകയോ ചെയ്യാം. അല്ലാതെ അനിയന്ത്രിതമായി പെരുമാറിക്കൊണ്ട് അശ്ലീലമോ അനാവശ്യമോ ആയ സിനിമകൾ കണ്ടുകൊണ്ട് ഉണർന്നിരുന്നാൽ അത് ശിവനെ അപമാനിക്കുന്നതിന് തുല്യമാകും. അത്തരം ജാഗരണം കൊണ്ട് ഒരു ഫലവും ലഭിക്കില്ല, മറിച്ച് പാപം വരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശിവരാത്രി വ്രതം എല്ലാവർക്കും ബാധകമല്ല. ദീർഘകാല രോഗങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ബിപി, ഷുഗർ ഉള്ളവർ, ഗർഭിണികൾ കഠിനമായ ഉപവാസം എടുക്കരുത്. ദൈവം നമ്മുടെ ഭക്തിയാണ് കാണുന്നത്, അല്ലാതെ നമ്മൾ എത്രമാത്രം വിശന്നിരിക്കുന്നു എന്ന് നോക്കില്ല. രോഗിയായിരിക്കുമ്പോൾ പോലും വാശി പിടിച്ച് ഉപവാസം അനുഷ്ഠിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് അപകടകരമായേക്കാം. അതിനാൽ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ ഉപവാസം എടുക്കരുത്. നിർബന്ധിത ഉപവാസം കാരണം മനസ്സ് ദൈവത്തിൽ നിന്ന് വിശപ്പിലേക്ക് പോകുന്നു. ഇത് കാരണം പൂജയ്ക്ക് ഫലം ലഭിക്കില്ല. അതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ച് തീരുമാനമെടുക്കുക. അതുപോലെ ശിവരാത്രി ദിവസം നഖങ്ങൾ വെട്ടരുത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ഈ പുണ്യദിനത്തിൽ നഖങ്ങൾ വെട്ടുകയോ മുടി വെട്ടുകയോ ചെയ്യാറുണ്ട്. ശാസ്ത്രങ്ങൾ അനുസരിച്ച് മഹാശിവരാത്രി പോലുള്ള പുണ്യദിനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അശുഭകരമാണ്. നഖങ്ങൾ വെട്ടുന്നത് ഒരുതരം വിസർജനം അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയായി കണക്കാക്കപ്പെടുന്നു. ഇത് ഉത്സവത്തിന് മുമ്പ് പൂർത്തിയാക്കണം. ശിവരാത്രി ദിവസം നഖങ്ങൾ വെട്ടുന്നത് ആ വീട്ടിലെ ലക്ഷ്മി കടാക്ഷം ക്രമേണ കുറയ്ക്കും. മഹാലക്ഷ്മി പോയി അലക്ഷ്മി പ്രവേശിക്കും. ഇത് കാരണം അറിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും ആ ധനം നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. അനാവശ്യമായ ചെലവുകൾ വർദ്ധിച്ച് ഒടുവിൽ ഗുരുതരമായ കടബാധ്യതയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ശിവരാത്രി ദിവസം അബദ്ധത്തിൽ പോലും നഖങ്ങൾ വെട്ടരുത്. ഈ നിയമം ലംഘിച്ചാൽ ദാരിദ്ര്യം നിങ്ങളെ പിന്തുടരുമെന്നും കടബാധ്യതകൾ നിങ്ങളെ വേട്ടയാടുമെന്നും ഓർക്കുക. ഭക്തിയോടൊപ്പം ഇത്തരം ആചാരങ്ങൾ പാലിക്കുമ്പോഴാണ് ആ ഭോലാശങ്കരൻ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നത്. അല്ലേ? മഹാശിവരാത്രി ദിവസം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ എത്ര വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ ഉത്സവം നമ്മളെ പവിത്രമാക്കാൻ വരുന്നു. അതുകൊണ്ട് ആ പരമേശ്വരന്റെ നിയമങ്ങളെ ബഹുമാനിക്കാം. ഇന്ന ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഒരു കഷ്ടപ്പാടുകളും ഉണ്ടാകില്ല. ഇത് തെറ്റാണെന്ന് കരുതി ഈ തെറ്റുകൾ ചെയ്താൽ ശിവൻ കോപം വരും, കടക്കെണിയിലാകും. ചെയ്യുന്ന പൂജകൾക്ക് ഫലവും ലഭിക്കില്ല.